രാജ്യത്തെ കുറ്റകൃത്യങ്ങളുടെ നിരക്കിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയതായി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. 2024 രാജ്യത്തെ കുറ്റകൃത്യങ്ങളിൽ 6% കുറവുണ്ടായതാണ് NCRB വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ കണക്കുകളിലെ കുറവിന് പിന്നിൽ നിയമപരിഷ്കാരങ്ങൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരം ഭാരതീയ ന്യായ സംഹിത നടപ്പിലാക്കിയതാണ് ഈ മാറ്റത്തിന് കാരണം. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം. 2024 ജൂലൈ 1 മുതലാണ് രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത്. വർഷങ്ങളായി നിലനിന്നിരുന്ന IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നു. ഈ മാറ്റം NCRB റിപ്പോർട്ടുകളെ എങ്ങനെ ബാധിച്ചു എന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. കണക്കുകൾ പരിശോധിച്ചാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണത്തിൽ 6% കുറവ് കാണാം. എന്നാൽ ഇത് കുറ്റകൃത്യങ്ങൾ യഥാർത്ഥത്തിൽ കുറഞ്ഞതുകൊണ്ടാണോ അതോ നിയമങ്ങൾ മാറിയപ്പോൾ കേസുകൾ ഫയൽ ചെയ്യുന്ന രീതിയിൽ വന്ന മാറ്റമാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പുതിയ നിയമപ്രകാരം പല കുറ്റകൃത്യങ്ങളും പുനഃവർഗീകരിക്കപ്പെട്ടു. ചില വകുപ്പുകൾ ഒഴിവാക്കപ്പെടുകയും പുതിയവ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു. ഈ പരിവർത്തന ഘട്ടത്തിൽ ഡാറ്റ ശേഖരണത്തിലുണ്ടായ സാങ്കേതിക മാറ്റങ്ങളാണ് കണക്കിലെ ഈ കുറവായി പ്രതിഫലിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് വിലയിരുത്തുന്നത്. ബ്രിട്ടീഷ് ഭരണകാലം മുതൽ നിലനിന്നിരുന്ന IPCക്ക് പകരമായാണ് ഭാരതീയ ന്യായ സംഹിത എത്തിയത്. കുറ്റകൃത്യങ്ങളുടെ നിർവചനത്തിലും ശിക്ഷാ നടപടികളിലും വലിയ മാറ്റങ്ങൾ ഇതിലുണ്ട്. ഉദാഹരണത്തിന്, രാജ്യദ്രോഹ കുറ്റം എന്ന പേര് മാറ്റി രാജ്യത്തിന്റെ പരമാധികാരത്തിന് എതിരെയുള്ള കുറ്റകൃത്യങ്ങൾ എന്ന വിഭാഗത്തിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന വകുപ്പുകൾ BNSൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകൾക്ക് കൂടുതൽ നിയമസാധുത നൽകിയതും പുതിയ നിയമത്തിന്റെ പ്രത്യേകതയാണ്. ഈ നിയമപരമായ മാറ്റങ്ങൾ പോലീസ് സ്റ്റേഷനുകളിൽ FIR രജിസ്റ്റർ ചെയ്യുന്ന പ്രക്രിയയെ സ്വാധീനിച്ചിട്ടുണ്ട്. സാങ്കേതികമായി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുണ്ടായ ഈ മാറ്റം സ്വാഭാവികമായും വാർഷിക കണക്കുകളെയും ബാധിച്ചു. എന്നാൽ ഈ കണക്കുകളെ പൂർണ്ണമായി സ്വാഗതം ചെയ്യാൻ നിയമവിദഗ്ധർ തയ്യാറല്ല. IPCൽ നിന്ന് BNSലേക്കുള്ള മാറ്റം പോലീസുകാർക്കും പൊതുജനങ്ങൾക്കുമിടയിൽ തുടക്കത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പല കേസുകളും പുതിയ വകുപ്പുകൾ പ്രകാരം എങ്ങനെ രേഖപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് പോലീസുകാർക്ക് പരിശീലനം നൽകി വരുന്നേയുള്ളൂ. കൂടാതെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറഞ്ഞു എന്ന് കാണിക്കുന്നത് വഴി ക്രമസമാധാന നില മെച്ചപ്പെട്ടു എന്ന് അവകാശപ്പെടാൻ സർക്കാരിന് സാധിക്കുമെങ്കിലും ഇതിന് പിന്നിലെ സാങ്കേതിക വശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. FIRകൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ ഉണ്ടായ കാലതാമസവും പുതിയ സോഫ്റ്റ്വെയറിലേക്കുള്ള മാറ്റവും ഈ 6% കുറവിന് കാരണമായിരിക്കാം എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വരും വർഷങ്ങളിൽ BNS പൂർണ്ണമായി പ്രാവർത്തികമാകുന്നതോടെ കുറ്റകൃത്യങ്ങളുടെ കൂടുതൽ വ്യക്തമായ ചിത്രം പുറത്തുവരുമെന്നാണ് NCRB പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളെയും CCTNS വഴി ബന്ധിപ്പിക്കുന്ന പ്രക്രിയ വേഗത്തിലാക്കി വരികയാണ്. ഇത് കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ കൂടുതൽ കൃത്യമായി രേഖപ്പെടുത്താൻ സഹായിക്കും.